നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ ഭാഗമായി ദൂരദേശങ്ങളിലേക്ക് മാറ്റപ്പെടുകയും മാസങ്ങൾ കഴിഞ്ഞിട്ടും സ്വന്തം നാടുകളിലേക്ക് തിരികെ എത്താനാകാതെ വലയുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ നെഞ്ചുപൊട്ടുന്ന സങ്കടപ്പാട്ട് ഒടുവിൽ ഫലം കണ്ടു. ഭാര്യാസുഖമെന്നറിയണ്ടേ സാർ, കരുണാമയനെ ഓർഡർ തരണേ എന്ന് പോലീസുകാർ പാടിയ പരിഹാസഗാനം സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും വൻ തരംഗമായി മാറിയതിന് തൊട്ടു പിന്നാലെ വൈകിട്ടോടെ പോലീസിൽ വൻ അഴിച്ചുപണി നടത്തിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. സംസ്ഥാനത്തെ ഡെപ്യൂട്ടി സൂപ്രണ്ട്, അസിസ്റ്റന്റ് കമ്മീഷണർ കേഡറുകളിലെ 161 ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടിയന്തര പ്രാബല്യത്തോടെ സ്ഥലം മാറ്റി പുതിയ നിയമനങ്ങൾ നൽകിയിരിക്കുകയാണ്. പോലീസുകാരുടെ വികാരനിർഭരമായ പാട്ട് ഭരണസിരാ കേന്ദ്രങ്ങളെ പോലും ഉലച്ച പശ്ചാത്തലത്തിലാണ് ഈ നിർണായക ഉത്തരവ്. ഡിവൈഎസ്പിമാരുടെ പട്ടിക പുറത്തു വന്നതോടെ വരും ദിവസങ്ങളിൽ CI തലത്തിലുള്ളവരുടെ പുനഃസംഘടനാ പട്ടികയും പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറങ്ങിയ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം നടി ആക്രമിക്കപ്പെട്ട കേസിലെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രമുഖ നടൻ ദിലീപിനെ അഴിക്കുള്ളിലാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്ത ബൈജു പൗലോസിന്റെ തിരിച്ചുവരവാണ്. അദ്ദേഹത്തെ വീണ്ടും പഴയ ഇഷ്ടകേന്ദ്രമായ ആലുവ ഡിവൈഎസ്പിയെ പുനർനിയമിച്ചു. നിലവിൽ എറണാകുളം റേഞ്ച് ക്രൈംബ്രാഞ്ചിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്ന അദ്ദേഹത്തെ ആലുവ സബ് ഡിവിഷന്റെ പൂർണ്ണ ചുമതലയോടെയാണ് ആഭ്യന്തര വകുപ്പ് തിരികെ എത്തിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ 3 വർഷത്തിൽ കൂടുതൽ ഒരേ ജില്ലയിൽ സേവനമനുഷ്ഠിച്ചുവെന്ന സാങ്കേതികത്വം പറഞ്ഞാണ് ആയിരക്കണക്കിന് പോലീസുകാരെ കുടുംബങ്ങളിൽ നിന്നും സ്വന്തം നാടുകളിൽ നിന്നും വിജനമായ മറ്റ് ജില്ലകളിലേക്ക് മാറ്റിയത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഭരണമാറ്റത്തിന് ശേഷവും തിരിച്ചയക്കാത്തതിന്റെ വലിയ അമർഷമാണ് സേനയ്ക്കുള്ളിൽ പുകഞ്ഞിരുന്നത്. ഈ നിരാശയാണ് പോലീസുകാർ പാട്ടാക്കി മാറ്റി സർക്കാരിന് മുൻപിൽ എത്തിച്ചത്. ഭരണപരമായ സൗകര്യം മുൻനിർത്തി പുറപ്പെടുവിച്ച ഉത്തരവിൽ മാറ്റി ലഭിച്ച എല്ലാ ഉദ്യോഗസ്ഥരോടും അടിയന്തരമായി പുതിയ പോസ്റ്റിംഗുകളിൽ ചുമതലയേൽക്കാൻ ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന ഡിവൈഎസ്പിമാർക്ക് ലഭിച്ച പുതിയ നിയമനങ്ങൾ ഈ പറയുന്ന പ്രകാരമാണ്. രമേഷ് കുമാർ PV വർക്കല ഡിവൈഎസ്പി, മുമ്പ് വിജിലൻസ് എക്കണോമിക് ഒഫൻസ് വിംഗിലായിരുന്നു. സ്റ്റുവർട്ട് കെലാർ നെയ്യാറ്റിൻകര, അജി ചന്ദ്രൻ നായർ ആറ്റിങ്ങൽ ഡിവൈഎസ്പി, ബിനുകുമാർ T നെടുമങ്ങാട് ഡിവൈഎസ്പി, ബിനു G കാട്ടാക്കട ഡിവൈഎസ്പി, സജിമോൻ BS ശംഖുമുഖം ACP, പ്രദീപ് K ഫോർട്ട് ACP, SY സുരേഷ് സൈബർ സിറ്റി കഴക്കൂട്ടം ACP, മനോജ് കുമാർ KV തിരുവനന്തപുരം സിറ്റി ട്രാഫിക് സൗത്ത് ACP, ചന്ദ്രകുമാർ S തിരുവനന്തപുരം സിറ്റി കൺട്രോൾ റൂം ACP, ഷാജി S കൊല്ലം സിറ്റി ACP, വിനോദ് കുമാർ R കരുനാഗപ്പള്ളി ACP, രാകേഷ് PS ചാത്തന്നൂർ ACP, ജോസ് KM പുനലൂർ DYSP, ഷെരീഫ് S കൊട്ടാരക്കര DYSP, അലക്സാണ്ടർ തങ്കച്ചൻ ശാസ്താംകോട്ട DYSP, പീറ്റർ KJ കൊച്ചി സിറ്റി ACP, അജിത് കുമാർ G മട്ടാഞ്ചേരി ACP, ബിജോയ് ചന്ദ്രൻ CK തൃക്കാക്കര ACP, CB ടോം എറണാകുളം സെൻട്രൽ ACP, സുരേഷ് VA കൊച്ചി സിറ്റി സൈബർ PS DYSP, ബൈജു പൗലോസ് ആലുവ DYSP, KR മനോജ് മൂവാറ്റുപുഴ DYSP, റെജി എബ്രഹാം P പുത്തൻകുരിശ് DYSP. പ്രത്യേക വിജിലൻസ് വിംഗ്, സ്പെഷ്യൽ ബ്രാഞ്ച്, സൈബർ സെൽ, ക്രൈം ബ്രാഞ്ച് തുടങ്ങിയ വിഭാഗങ്ങളിലെ വിപുലമായ പുനഃസംഘടന ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിലാണ് ഈ വൻ സ്ഥലമാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാറ്റി ലഭിച്ച ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ പുതിയ തസ്തികകളിൽ ചുമതലയേൽക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.